മഹാരാഷ്ട്രയിൽ ഇരു NCP വിഭാഗങ്ങളും തമ്മിൽ ചർച്ച സജീവമാണ്. ശരത് പവാർ വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ ദേവേന്ദ്ര ഫട്നാവിസിനെ കണ്ടതിന് പിന്നാലെ ചർച്ചകൾ സജീവമാകുന്നു. വൈകിട്ട് അജിത് പവാർ പക്ഷ നേതാക്കളും മുഖ്യമന്ത്രിയെ കണ്ടു. ചർച്ചകൾ സംബന്ധിച്ച് പ്രതികരിക്കാതെ ഇരുപക്ഷവും. വിഷ്ണു പ്രസാദ് വിവരങ്ങൾ. മഹാരാഷ്ട്രയിലെ NCP പിളർന്നതിന് പിന്നാലെയാണ് BJP അവിടെ ശക്തമായി അധികാരത്തിലേക്ക് തിരിച്ചെത്തുകയും മഹാവികാസ് അഘാടി സഖ്യം പൊളിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശരത് പവാർ പക്ഷവും അതോടൊപ്പം തന്നെ അന്തരിച്ച മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ പക്ഷവും ഇപ്പോൾ യോജിച്ചു പോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചന കൂടി മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിക്കുകയാണ്. പ്രധാനമായും BJP ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നത് സുപ്രധാന ബില്ലുകൾ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ ഇരുവിഭാഗങ്ങളുടെയും MP-മാരുടെ പിന്തുണ BJPക്ക് വേണം, അല്ലെങ്കിൽ NDAക്ക് വേണമെന്നതാണ്. അതേസമയം ഇരു വിഭാഗത്തിനും ഈ പാർലമെന്ററി തലത്തിൽ അല്ലെങ്കിൽ നിയമസഭാ തലത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കാരണം ശരത് പവാർ പക്ഷത്തെ ഒരു വിഭാഗം നേതാക്കൾ ഇത്തരത്തിൽ BJPക്കൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറുവിഭാഗം കോൺഗ്രസിലേക്ക് മടങ്ങണം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. സുപ്രിയ സുലെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ കോൺഗ്രസിലേക്ക് മടങ്ങണമെന്ന താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. അതേസമയം അജിത് പവാർ പക്ഷത്ത് സുനേത്ര പവാറിന്റെ സ്ഥാനലബ്ധിയും അതോടൊപ്പം തന്നെ അവരെ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് നിയമിക്കുന്നതിനുമെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർശബ്ദം ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് പാർട്ടി വക്താക്കൾ തന്നെ അത് തള്ളിപ്പറയുകയും ചെയ്തു. ഇരുപക്ഷത്തും ചാഞ്ചാട്ടം ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് NCPയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ ഇരു വിഭാഗവും ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുള്ളത് എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന സൂചന. പക്ഷേ ഔദ്യോഗികമായി ഈ ചർച്ചകൾ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്നതിനോട് ഇരുപക്ഷത്തെ നേതാക്കളും പ്രതികരിച്ചിട്ടില്ല. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.